ഹലോ ഗൈസ്, നമുക്കൊരു കാസർഗോഡ് സ്റ്റൈലിൽ ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കിയാലോ. കാസർഗോഡ് തന്നെ ഇത് പല സ്റ്റൈലിൽ ഉണ്ടാക്കും. എൻ്റെ ഇവിടെ ഇങ്ങനെ ആക്കൽ, ഞാനും ഇങ്ങനെ ആക്കൽ. അപ്പോൾ നമ്മൾ ചട്ടി ചൂടാക്കണം. ചട്ടി ചൂടാക്കിയിട്ട് ആദ്യം എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചിട്ട് അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലില്ല, ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം മൂക്കണം. ഇത് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് നന്നായിട്ട് കളറ് മാറുന്ന വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിനൊരു പച്ച മണം ഉണ്ടാവും, പിന്നെ അതിൻ്റെ ഒരു കുത്തലുണ്ടാവും, ഒരു രുചി കിട്ടൂല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ ഇത് വരട്ടി കൊടുക്കണം. ഇതാ ഈ കാണുന്ന ഒരു സ്റ്റേജിലേക്ക് വരണം, എന്നാലാണ് അതിൻ്റെ ഒരു രുചി കിട്ടുക. അത് നന്നായിട്ട് വരട്ടിയ ശേഷം ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ നന്നായിട്ട് വരട്ടി കൊടുക്കുക. ശേഷം അടച്ച് വെക്കുക. എന്താ വെച്ചാൽ അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറിക്കഴിഞ്ഞാൽ തക്കാളി ചേർക്കാൻ പറ്റും. അതുകൊണ്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കണം ഇത്. ദാ ഈ കാണുന്ന കളറിലേക്ക് ഇത് മാറി വരും. ഇപ്പം മാത്രമാണ് തക്കാളി ഇട്ട് കൊടുക്കേണ്ടത്. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട ശേഷം പിന്നെ ഇളക്കി കൊടുക്കണം. പിന്നെയും നമ്മൾ അടച്ചു വെക്കും. അങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കന് മസാല ഇടാം. ഇത് കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും, മുളക് പൊടിയും, കുരുമുളക് പൊടിയും, ചിക്കൻ മസാലയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ സമയം കൊണ്ട് ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എന്താക്കണം, ചിക്കൻ ഇട്ട് കൊടുക്കണം. മസാല ഇട്ട് ആക്കി വെച്ചിട്ടില്ല ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മൊത്തത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഇത് അടച്ച് വെച്ച് വേവിക്കുക. ഇതിലതിന് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട, ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരും. പിന്നെ ഞാൻ ഈ ചെറിയ സ്പൂൺ ഉപയോഗിക്കുന്നുണ്ട്. റീസൺ എനിക്കിങ്ങനെ വലിയതിട്ടിട്ട് ഇങ്ങനെ ആക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഈ കുക്ക് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ചെറിയ ഇതുപോലെ സ്പൂണെല്ലാം വെച്ചിട്ടാണ് ഞാൻ പൊതുവേ കുക്ക് ചെയ്യുക. എനിക്ക് അതാണ് ഇഷ്ടം, എനിക്ക് അതാണ് കംഫർട്ട്. സോ അതിന് ശേഷം നമ്മൾ എന്താക്കണം, ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അത് എണ്ണ ചൂടായിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങേൻ്റെ ഒരു കളറ് മാറുന്ന സമയത്ത് എല്ലാ പൊടികളും ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടിയും, കുരുമുളക് പൊടിയും, അതുപോലെ തന്നെ ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് വരുമ്പം എക്സ്ട്രാ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ കാണുന്ന കളറിലേക്ക് ഇത് വരും. അത് റെഡി ആയതുകൊണ്ട് തന്നെ നമുക്ക് അടുപ്പത്തിൽ ചിക്കൻ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല വെള്ളമൊന്നും ഒഴിക്കണ്ട, ചിക്കൻ ഇറങ്ങി വന്ന വെള്ളമാണ് ഇത്. ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഈ സമയം വേണം നിങ്ങൾക്ക് കുരുമുളക് പൊടിയെല്ലാം എരിവിനനുസരിച്ചിട്ട് നോക്കി ആഡ് ചെയ്യുക. ഉപ്പെല്ലാം ഈ ടൈമിന് നമുക്ക് ആഡ് ചെയ്യാം. ശേഷം നമുക്ക് നേരത്തെ ആക്കി വെച്ചിട്ടില്ലേ ഈ തേങ്ങ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക. ഗൈസ്, നമ്മൾ ചിക്കൻ വരട്ടിയതിൻ്റെ അവസാന സ്റ്റേജിലേക്ക് എത്തി നിൽക്കുന്നു കേട്ടോ. ഏകദേശം ഇതായി കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് ഒന്നും പരിപാടിയൊന്നും ഇല്ല. സോ ഫൈനലി നമ്മൾ ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാണ്, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നില്ല, അടിപൊളിയായിട്ടുണ്ടായത്. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.